Welcome to Manasi's Math Solution. Today we are going to discuss about discuss the remaining sections in the topic external direct product of groups. Suppose consider the group Zm direct product Zn, and when we consider the integers m and n, let R be a positive divisor of m and s be a positive divisor of n. Then there will be a group, a subgroup for this group which is isomorphic to the group ZR direct product ZS. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഗ്രൂപ്പിന് എന്താണ്, ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതെന്തായിട്ടായിരിക്കും? വിച്ച് ഈസ് ഐസോമോർഫിക് ടു ദിസ് ഗ്രൂപ്പ്. അതായത് ഈ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് റിസൾട്ട് പറയുന്നത്. ആൻഡ് അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എം ബൈ ആറ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആറ് ഡിവൈസർ ഓഫ് എം ആയതുകൊണ്ട് എം ബൈ ആറ് എവിടെ ഉണ്ടായിരിക്കും? ഇസഡ് എമ്മിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ എം ബൈ ആറ് ജനറേറ്റ് ചെയ്യുന്ന എന്ത് കൺസിഡർ ചെയ്യുക? ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുക, സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഈ എം ബൈ ആറിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇപ്പോൾ എം ബൈ ആർ ഡയറക്റ്റ് സം, ഇപ്പോൾ അഡിഷൻ മോഡുലോ എം അല്ലേ, അപ്പോൾ ഇവിടെ അഡിഷൻ മോഡുലോ എം, ഡയറക്റ്റ് സം അല്ല, അഡിഷൻ മോഡുലോ എം, എം ബൈ ആർ അഡിഷൻ മോഡുലോ എം, എം ബൈ ആർ അഡിഷൻ മോഡുലോ എം എക്സെട്ര എം ബൈ ആർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ എം എസ് ഈക്വൽ ടു ആർ ഇൻറ്റു സം, ആറ് ഡിവൈസ് ആയതുകൊണ്ട് ആർ ഇൻറ്റു സം കെ ആയിരിക്കും അല്ലേ? ആർ ഇൻറ്റു സം കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എം ബൈ ആർ എന്നതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? കെ ആണ് അല്ലേ? കെ ആണ് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കെനെയാണ് ഞാൻ ഇത്രയും ടൈംസ് അഡിഷൻ മോഡുലോ എം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എത്ര ടൈംസ് കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സീറോ കിട്ടുക, ഐഡൻറ്റിറ്റി കിട്ടുക എന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര ടൈംസ് ആഡ് ചെയ്യണം? ആർ ഇൻറ്റു കെ ആണ് എം. സോ ആർ ടൈംസ് കെനെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഐഡൻറ്റിറ്റി കിട്ടുക അല്ലേ? അതായത് ആർ ടൈംസ്, എത്ര ടൈംസ് കെനെ ആഡ് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്പിൾ ഓഫ് എം കിട്ടുക എന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര ടൈംസ് ആഡ് ചെയ്താൽ മതി? ആർ ടൈംസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എം ബൈ ആർ എന്ന് വെച്ചാൽ കെ ആണ്. അപ്പോൾ ഈ എം ബൈ ആർ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? ആറായിരിക്കും അല്ലേ? ഇതുപോലെ ഇസഡ് എൻ കൺസിഡർ ചെയ്യാം. എസ് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻ എസ് ഈക്വൽ ടു സം എസ് ഇൻറ്റു എൽ. ഇപ്പം ഞാനിതുപോലെ എൻ ബൈ എസ്, അതായത് എൽ കൺസിഡർ ചെയ്തു. ഇപ്പോൾ എൽ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് എൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇവിടെ നമ്മൾക്ക് എം ബൈ ആറിൻ്റെ ഓർഡർ ആറ് വന്നതുപോലെ എൻ ബൈ എസിൻ്റെ ഓർഡർ എന്തായിരിക്കും? എസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇവിടെ ഞാൻ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നു? എം ബൈ ആറ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് എമ്മും എൻ ബൈ എസ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് എന്നും കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഓർഡർ ആറാണ്, ഇതിൻ്റെ ഓർഡർ എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്തായിത്തീരും? ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പായി തീരും അല്ലേ? ആൻഡ് ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? ആർ ഇൻറ്റു എസ് ആണല്ലോ. സോ ഇതാണ് ഇസഡ് ആർ ഡയറക്റ്റ് സം ഇസഡ് എസിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്ന സബ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ സബ് ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇങ്ങനെ ചൂസ് ചെയ്യുന്നത് നമുക്ക് എന്താണ്, ഇങ്ങനൊരു ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് കിട്ടിയില്ലേ? സോ എന്തായാലും ഇസഡ് എം ഡയറക്റ്റ് സം ഇസഡ് എന്നിന് ഇത്തരത്തിലൊരു സബ് ഗ്രൂപ്പ് ഇസഡ് ആർ ഡയറക്റ്റ് സം ഇസഡ് എസിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സബ് ഗ്രൂപ്പ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ Z6 direct sum Z4.
അപ്പോൾ 3 divides 6 ആണ്, 2 divides 4 ആണ്. അപ്പോൾ നമ്മൾ 6/3 കൺസിഡർ ചെയ്യുക, 4/2 കൺസിഡർ ചെയ്യുക. 6/3 എന്താണ്? 2 ആണ്. 4/2 എന്താണ്? 2 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 ഇൻ Z6 കൺസിഡർ ചെയ്യണം, സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 ഇൻ Z4 കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ സബ് ഗ്രൂപ്പിൻ്റെ അകത്ത് 2 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 0, 2, 4. ആൻഡ് 2 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ Z4 എന്തായിരിക്കും? 0ഉം 2 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ഈ H, ഞാനതിനെ H എന്ന് ഡിനോട്ട് ചെയ്തു. ഇതാണ് നമ്മൾക്ക് എന്തായിട്ട് വരുന്നത്? Z3 ഡയറക്റ്റ് സം Z2വിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്ന സബ് ഗ്രൂപ്പ്. എന്തിൻ്റെ? Z6 ഡയറക്റ്റ് സം Z4ൻ്റെ സബ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ്. ഒരു എക്സാമ്പിളും കൂടെ നമ്മൾക്ക് നോക്കാം. കൺസിഡർ Z30 ഡയറക്റ്റ് സം Z12. We need to find a subgroup of this group which is isomorphic to Z6 direct sum Z4. അപ്പോൾ എന്ത് ചെയ്യുക? 30/6 കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് 5. 12/4 കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് 3. അപ്പോൾ 5 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ Z30 കൺസിഡർ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? 6 ആയിരിക്കും. അതുപോലെ തന്നെ 3 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് Z12 കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് ഓഫ് ഓർഡർ 4 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സബ് ഗ്രൂപ്പ്സിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത്? Z30 ഡയറക്റ്റ് സം Z12ൻ്റെ സബ് ഗ്രൂപ്പ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു എന്ത്? Z6 ഡയറക്റ്റ് സം Z4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് ആ ഒരു സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് റിസൾട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ 2 ഗ്രൂപ്പ്സ് എടുത്തു. ആ 2 ഗ്രൂപ്പ്സിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ജിയും എച്ചും സൈക്ലിക് ആണെന്ന് കരുതി ജി ഡയറക്റ്റ് സം എച്ച് സൈക്ലിക് ആവണമെന്നില്ല. നമ്മൾ കുറേ എക്സാമ്പിൾസ് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് തന്നെ നമ്മൾ ഡയറക്റ്റ് സം ഡിസ്കസ് ചെയ്തതിന് ശേഷം എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കുറേ എക്സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈക്ലിക് ഗ്രൂപ്പ്സിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് സൈക്ലിക് ആവണമെന്നില്ല. പക്ഷെ അത് എപ്പോഴെല്ലാം ആവും എന്നതിനൊരു ആൻസറാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ജി ആൻഡ് എച്ച് ബി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്സ്, ദെൻ ജി ഡയറക്റ്റ് സം എച്ച് ഈസ് സൈക്ലിക്. ജി ഡയറക്റ്റ് സം എച്ച് ഈസ് സൈക്ലിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് the order of G and the order of H are relatively prime. അപ്പോൾ ഈ G ഡയറക്റ്റ് സം എച്ച് സൈക്ലിക് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഓർഡർ ഓഫ് ജിയും ഓർഡർ ഓഫ് എച്ചും റിലേറ്റീവ്ലി പ്രൈം ആവാം. ഓക്കെ, നൗ ലെറ്റ് ഓർഡർ ഓഫ് G is equal to M and the order of H is equal to N, and this implies that the order of G direct sum H is equal to Mn, and suppose this group is cyclic. And we need to prove that M and N are relatively prime. നമ്മൾക്ക് എന്താണ്? M ഉം N ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. For that, let GCD of Mn is equal to D. Suppose GCD of Mn is equal to D. At last, we will prove that D is equal to 1. For that, consider ഇപ്പോൾ G direct sum H cyclic ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. So it will have a generator. So consider the generator GH of this group. Okay, and consider GH power Mn by D. Mn by D. GCD എമ്മിൻ്റെ എന്നിൻ്റെയും GCD ആണ് D. അതുകൊണ്ട് തന്നെ അത് എമ്മിനെയും എന്നിനെയും ഡിവൈഡ് ചെയ്യും. സോ Mn by D എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഒരു ഇൻഡിജറാണ്. സോ GH പവർ Mn by D കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു G പവർ Mn by D ആൻഡ് H പവർ Mn by D ആണെന്ന്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനിതിൽ നിന്ന് എമ്മിന് ജിയിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? G പവർ M ഓൾ പവർ N by D എന്ന് എഴുതാം. ആൻഡ് ഇൻ ദ സെയിം വേ ഈ സെക്കൻഡ് പാർട്ടിൽ കോർഡിനേറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? H പവർ N ഓൾ പവർ M by D എന്ന് എഴുതാം. ഇനി G എവിടെയുള്ള എലമെൻ്റ് ആണ്? G ബിലോങ്സ് ടു G ആണ്.
ആൻഡ് ജി, ഈ ഗ്രൂപ്പ് ജിയുടെ ഓർഡർ എന്താണ്? എം ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് ജി എടുത്താലും ജി പവർ എം എന്തായിരിക്കും? ജി പവർ എം ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇൻ ദ സെയിം വേ എച്ച് എവിടെയുള്ള എലമെൻ്റാണ്? എച്ചിൽ, ഗ്രൂപ്പ് എച്ചിലുള്ള എലമെൻ്റാണ്. ഗ്രൂപ്പ് എച്ചിൻ്റെ ഓർഡർ എന്താണ്? എൻ ആണ്. സോ എച്ച് പവർ എൻ എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ രണ്ട് വാല്യൂസും എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും. അതായത് ജി എച്ച് ഹോൾ പവർ എം എൻ ബൈ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഐഡൻറ്റിറ്റി ഇൻ ജി ഡയറക്റ്റ് സം എച്ച് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ, ഇപ്പോൾ എൻ എയുടെ ഓർഡർ ആണെന്ന് പറയണമെങ്കിൽ എൻ എ പവർ എൻ എസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ അതായിരിക്കണം. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന് എ പവർ എം എസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുകയാണെങ്കിൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ്? ജി എച്ചിൻ്റെ ഓർഡർ എന്താണ്? എം എൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ജി എച്ച് പവർ എം എൻ ബൈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. സോ എം എൻ ഇസ് ഈക്വൽ ടു ദ ഓർഡർ ഓഫ് ജി എച്ച് ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ ബൈ ഡി എന്ന് കിട്ടി. ഇപ്പോൾ ഒരു ഇൻറ്റിജർ എം എൻ എടുത്തു, എം എൻ ഒരു ഇൻറ്റിജറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എം എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ ബൈ ഡി ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഡി ഈക്വൽ ടു 1 ആവുമ്പോൾ മാത്രമല്ലേ വരിക, അല്ലേ? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു എം ആൻഡ്, അതായത് ഡി ഈക്വൽ ടു 1 കിട്ടി. ജി സി ഡി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു 1 കിട്ടി. അതായത് ദീസ് ടു നമ്പേഴ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഹൈലൈറ്റ് ചെയ്യാത്തൊരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു റിസൾട്ട് ജിയും എച്ചും ഫൈനൈറ്റും സൈക്ലിക്കും ആവുമ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. നോട്ട് ചെയ്യുക, ജിയും എച്ചും ഫൈനൈറ്റും സൈക്ലിക്കും ആണെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ ഈ റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ റിസൾട്ടിൽ ജിയും എച്ചും ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് തിരിച്ച് എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. ദ ഓർഡർ ഓഫ് ദീസ് ടു ഗ്രൂപ്പ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം എന്നെടുത്തു. ആൻഡ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ജി ഡയറക്റ്റ് സം എച്ച് ഈസ് സൈക്ലിക്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം എന്നല്ല അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ജി എന്താ? എം എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ഓഫ് എച്ചിന് ഞാൻ എൻ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ജി സി ഡി ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ജിയും എച്ചും സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ജിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ജി ഉണ്ടായിരിക്കും, എച്ചിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് എച്ചും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ്? ജിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്, എച്ചിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ദെൻ കൺസിഡർ ദ ഓർഡർ ഓഫ് ജി എച്ച് which is equal to, നമ്മൾക്ക് മുൻപേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം the order of this element is equal to LCM of orders of G and H. and order of G എന്താണ്? ജിനെ ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഓർഡർ ഓഫ് ജി എന്തായിരിക്കും? എം ആയിരിക്കും. എച്ചിനെ ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ആയിരിക്കും. സോ ഹിയർ ദിസ് ഇസ് ഈക്വൽ ടു LCM ഓഫ് എം ആൻഡ് എൻ. ഇനി ജി സി ഡി ഓഫ് എം എൻ ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് LCM എന്തായിരിക്കും? എം ഇൻറ്റു എൻ ആയിരിക്കും. ആൻഡ് എം ഇൻറ്റു എൻ എന്തിന് ഈക്വലാണ്? നമ്മൾക്ക് ദ ഓർഡർ ഓഫ് ജി ഡയറക്റ്റ് സം എച്ചിന് ഈക്വലാണ്. അപ്പോൾ അതിന് എന്താണ് മീൻ ചെയ്യുന്നത്? ജി എച്ച് എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഓർഡർ എന്താണ്? ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിന് ഈക്വലായിട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ ജനറേറ്റർ ഓഫ് ജി ഡയറക്റ്റ് സം എച്ച്. അപ്പോൾ നമ്മൾക്ക് ഓർഡർ ഓഫ് ജിയും ഓർഡർ ഓഫ് എച്ചും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ആ ഗ്രൂപ്പ് സൈക്ലിക് ആയിത്തീരും. ഓക്കെ, ഇനി ഇതേ റിസൾട്ട് തന്നെ നമ്മളൊരു ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നതാണ് നെക്സ്റ്റ് കൊറോളറി ആയിട്ട് വരുന്നത്. സോ ക്രൈറ്റീരിയൻ ഫോർ G1 direct sum, G2 direct sum, etc. direct sum Gn to be cyclic. An external direct product G1 direct sum, G2 direct sum, etc. direct sum Gn of finite number of finite cyclic groups. എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? ഫൈനൈറ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. ആൻഡ് വൺ മോർ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈച്ച് ഓഫ് ദ ഗ്രൂപ്പ് ഈസ് ഫൈനൈറ്റ് ആൻഡ് സൈക്ലിക്.
അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് സം ഓഫ് എ ഫൈനൈറ്റ് ഡയറക്റ്റ് സം ഓഫ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക് if and only if the order of Gi and the order of Gj are relatively prime for I not equal to j. Okay, so നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് പ്രൂഫ് നോക്കാം. Let G is equal to direct sum of these groups and let the order of Gi is equal to Ni for I is equal to 1 to etc. k. And this implies that the order of G is equal to N1 into N2 into etc. Nk. Now suppose G is cyclic. Suppose G is cyclic, and this implies that there exists a G in G such that the group G is equal to the group generated by the element G, which means G has a generator, and then the order of G will be equal to the order of this group, and it is equal to N1 into N2 into etc. Nk. Now let G is equal to the k tuple G1 G2 etc. Gk. Then we know that the order of G is equal to LCM of order of G1, order of G2, etc. order of Gk. Which means from these two we can say that the LCM of order of G1, order of G2, etc. order of Gk is equal to N1 into N2 into etc. Nk. We know that and here order of Gi is equal to Ni for each I. Therefore on the left hand side this is equal to LCM of N1 into LCM of N1 N2 etc. Nk, and this is equal to N1 into N2 into etc. Nk, and this LCM of N1 N2 etc. Nk is equal to N1 into N2 into etc. Nk if and only if GCD of Ni Nj equal to 1 for all I not equal to j. നമുക്കറിയാം LCM എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് വരണമെങ്കിൽ എപ്പോഴും മാത്രമാണ് അത് പോസിബിൾ ആവുക. GCD എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് ഈ ലിസ്റ്റിലുള്ള ഓരോന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. സോ നമ്മൾക്ക് എന്താണ്, ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് G സൈക്ലിക് ആണെങ്കിൽ. ഇനി നമ്മൾക്ക് ഈ ഒരു റിസൾട്ടിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. And the converse of the theorem will be proved by the induction on K. For that, let K is equal to 2. K is equal to 2. And we already proved that G direct sum H is equal to, is cyclic if and only if the order of G and the order of H are relatively prime. So we have proved the case for K equal to 2. If GCD of N1 N2 equal to 1, then G1 direct sum G2 is cyclic. We have proved it. Now assume that for K greater than or equal to 2, which means if GCD of Ni Nj not equal to 1 for I not equal to j and 1 less than or equal to Ij less than or equal to k, implies that G is equal to G1 direct sum G2 direct sum etc. Gk. G dash, let G dash is equal to this direct product is cyclic. Okay, suppose we have proved it, and we assuming that this is cyclic. These numbers are relatively prime, implies that this direct sum is cyclic. Now we need to prove that G is equal to G1 direct sum G2 direct sum etc. Gk direct sum Gk plus 1 is cyclic if GCD of Ni Nj equal to 1 for all I not equal to j. This is the thing that we need to prove. By our assumption, we have GCD of Ni Nj equal to 1 for 1 less than or equal to Ij less than or equal to k and I not equal to j, implies that the group G dash is equal to G1 direct sum G2 direct sum etc. direct sum Gk is cyclic. നമ്മുടെ അസംഷൻ പ്രകാരം നമ്മൾക്ക് ഈ G dash എന്ന് പറയുന്ന ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് കിട്ടി. Now let n is equal to n1 into n2 into etc. nk. Then
നമ്മൾക്കറിയാം നമ്മളുടെ അസംഷൻ പ്രകാരം GCD of Ni Nk plus 1 equal to 1 for all I is equal to 1 to etc. k ആണ്. അതുകൊണ്ട് തന്നെ GCD of N Nk plus 1 എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, N is equal to ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്നല്ലേ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ G ഡാഷിൻ്റെ ഗ്രൂപ്പ് ഓർഡർ എന്താണ് വരിക? ദ ഓർഡർ ഓഫ് G ഡാഷ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് N1 N2 എക്സെട്ര Nk ആണ്, അതായത് N ആണ്. സോ G ഡാഷ് ദ ഓർഡർ ഓഫ് G ഡാഷ് ഇസ് ഈക്വൽ ടു N ആൻഡ് GCD ഓഫ് Nk plus 1 ആർ 1. ഓക്കെ, ആൻഡ് നമ്മൾ k ഈക്വൽ ടു 2 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് പ്രകാരം നമ്മൾക്ക് G ഡാഷും GK പ്ലസ് 1ഉം സൈക്ലിക് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആണ്. And the order of these groups are relatively prime. So G is equal to G dash direct sum GK plus 1 is cyclic. And എന്താണ് G dash? G1 direct sum, G2 direct sum, etc. GK. അതുകൊണ്ട് G is equal to G1 direct sum, G2 direct sum, etc. GK direct sum, GK plus 1 is cyclic. അപ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So the result is true for any natural number. Hence, GCD of Ni Nj equal to 1 for I not equal to j implies that this group is cyclic. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ their direct sum is cyclic if and only if the order of these groups are relatively prime. Okay. Now we are going to prove next corollary 2, and this is the criterion for Z1, N1, N2, etc. Nk is isomorphic to this direct sum. Let M is equal to the product of N1, N2, etc. Nk. Then Zm is isomorphic to this direct sum if and only if Ni and Nj are relatively prime when I not equal to j. Okay, so നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? Zm ഈ ഒരു ഡയറക്റ്റ് സമ്മിനോട് ഈ ഐസോമോർഫിക് ആയിട്ട് വരുന്ന എപ്പോഴാണെന്ന് പ്രൂവ് ചെയ്യണം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ദീസ് Ni's ആർ റിലേറ്റീവ്ലി പ്രൈം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾക്കൊരു കാര്യം അറിയാം, Zm സൈക്ലിക് ആണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ ഈ ഡയറക്റ്റ് സമ്മിൻ്റെ ഓർഡർ എന്താണ്? M is equal to N1 into N2 into etc. Nk തന്നെയാണ് വരുന്നത്. ഓർഡർ സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് സൈക്ലിക് ഐസോമോർഫിക് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഇതും സൈക്ലിക് ആവുക അല്ലേ? സോ നമ്മൾക്ക് എന്ത് പറയാം? We know that Zm is a cyclic group of order M. So Zm is isomorphic to Zn1 direct sum, Zn2 direct sum, etc. direct sum Znk if and only if this direct sum is cyclic. And from the above theorem corollary we have this direct sum is cyclic if and only if the order of each of these group are relatively prime. എന്താണ് ഈ ഓരോ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? Niയും Njസും ആയിട്ട് വരും. Ni's ആണ് വരുന്നത് അല്ലേ? So this direct sum is cyclic if and only if Ni and Nj are relatively prime for I not equal to j. So in total we can say that Zm is isomorphic to this direct sum if and only if Ni and Nj are relatively prime when I not equal to j. So നമ്മൾ ഈ ഒരു കൊറോളറിയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾക്ക് നോക്കാം. By using above result we can express the same group up to isomorphism. Up to isomorphism എന്ന് വെച്ചാൽ we can express the same group up to isomorphism യൂസ് ചെയ്ത് നമ്മൾക്ക് ആ ഒരു ഗ്രൂപ്പിനെ ഈ ഒരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ്. In many different forms. ഇപ്പോൾ Z2 direct sum Z3, 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണല്ലോ. സോ നമ്മൾക്ക് എബോത്ത് കൊറോളറി വെച്ചിട്ട് വിച്ച് ഈസ് ഐസോമോർഫിക് ടു Z6 ആണെന്ന് പറയാം. ഇനി ഈ ഒരു ഡയറക്റ്റ് സം കൺസിഡർ ചെയ്തേ, Z2 direct sum Z3.
ഇവിടെ 2ഉം 2ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റില്ല? Z4 direct sum Z3 is isomorphic to this group എന്ന് എഴുതാൻ പറ്റില്ല അല്ലേ? ഇത് എപ്പോഴാണ് ഇത് പോസിബിൾ ആവുള്ളൂ? നമ്പേഴ്സ് റിലേറ്റീവ്ലി ഓർഡേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആവുമ്പോൾ മാത്രമേ നമ്മൾക്കത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റില്ല. പക്ഷേ 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. So we can write it as Z2 direct sum Z6. So this group is isomorphic to Z2 direct sum Z6. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ അതുപോലെ തന്നെ 2ഉം 2 റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ വി ക്യാൻ ദിസ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z2 ഡയറക്റ്റ് സം Z2 ഡയറക്റ്റ് സം Z3 എന്തിനോട് ഐസോമോർഫിക് ആണ്? Z6നോട് ഐസോമോർഫിക് ആണ്. സോ നമ്മൾക്ക് ഈ ഒരു മൊത്തത്തിൽ ഈ ഗ്രൂപ്പ് എന്തിനോട് ഐസോമോർഫിക് ആണെന്ന് പറയാം? Z2 ഡയറക്റ്റ് സം Z6 ഡയറക്റ്റ് സം Z5 എന്ന് എഴുതാം. ഇനി ഈ 6ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം അല്ലേ? സോ ദിസ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z2 ഡയറക്റ്റ് സം Z30. എന്തുകൊണ്ടാണ് Z6 ഡയറക്റ്റ് സം Z5 എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്നു? Z30നോട് ഐസോമോർഫിക് ആയിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ടോട്ടൽ ഐസോമോർഫിക് ടു Z2 ഡയറക്റ്റ് സം Z30 എന്ന് എഴുതുന്നത്. ഈ 2ഉം 30 റിലേറ്റീവ്ലി പ്രൈം അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതെന്താണ്? വിച്ച് ഈസ് ഐസോമോർഫിക് ടു Z60 എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് വി നോ ദാറ്റ് ഈ ഗ്രൂപ്പിൽ അറ്റ്മോസ്റ്റ് എത്ര ഓർഡറുള്ള ഒരു എലമെൻറ്റേ വരത്തുള്ളൂ? അറ്റ്മോസ്റ്റ് കൂടിപ്പോയ ഒരു 30 ഓർഡർ വരുന്ന ഒരു എലമെൻറ്റേ വരത്തുള്ളൂ. 60 ഓർഡർ വരുന്ന ഒരു എലമെൻറ്റും ഇതിൽ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടും ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ പറയാം Z2 ഡയറക്റ്റ് സം Z3 എന്ന് പറയുന്നത് Z60നോട് ഐസോമോർഫിക് അല്ലെന്ന്. ഇനി അതുപോലെ സം എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് മോഡുലോ n ആസ് എൻ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ്. ഫസ്റ്റ് യു ഓഫ് n എന്താണെന്ന് നോക്കാം. യു ഓഫ് n എന്നത് which consists of all natural numbers which satisfies the condition 1 less than or equal to k less than n ആയിരിക്കണം. അതായത് 1നും n-നും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം വിത്ത് GCD ഓഫ് k n is equal to 1 ആയിരിക്കണം. അതായത് ഈ ഒരു നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആ നമ്പറിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള നമ്പേഴ്സ്, അത്തരത്തിലുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് യു ഓഫ് n. ഇപ്പം ഞാൻ യു ഓഫ് 2 എടുക്കുകയാണെങ്കിൽ 2നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള അതിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള നമ്പർ ഏതേ ഉള്ളൂ? 1 വരുന്നുള്ളൂ. പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം, നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇനി യു ഓഫ് 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1ഉം 2ഉം വരും. യു ഓഫ് 4 വരുന്നവരെ ഏതൊക്കെ വരും? 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. 1 വരും, 2 വരത്തില്ല, 3 വരും. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ഇനി യു ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ യു ഓഫ് n എന്നത് എഴുതുന്നത്. ഇനി യു കെ ഓഫ് n എന്താണെന്ന് നോക്കാം. വെർ കെ ഈസ് എ പോസിറ്റീവ് ഡിവൈസർ ഓഫ് n. ഒരു നാച്ചുറൽ നമ്പർ n എടുത്തു. കെ എന്ന് പറയുന്ന ആ നാച്ചുറൽ നമ്പർ n-ൻ്റെ ഒരു പോസിറ്റീവ് ഡിവൈസറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഡിവൈസർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു കെ ഓഫ് n എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എക്സ് ഇൻ യു ഓഫ് n. യു ഓഫ് n-ലുള്ള എലമെൻറ്റ്സ് തന്നെയാണ് വിത്ത് വൺ കണ്ടീഷൻ. എന്താണ്? എക്സ് മോഡ് കെ ഈക്വൽ ടു 1. അതായത് എക്സിനെ കെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ, യു ഓഫ് n-ലുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് യു കെ ഓഫ് n. അതായത് ഒന്നുകൂടെ ഞാനൊന്നും ചേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു യു ഓഫ് n എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ യു കെ ഓഫ് n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് യു ഓഫ് n-ലുള്ള നമ്പേഴ്സ് ആയിരിക്കണം. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ n ആയിരിക്കണം. ഇനി എക്സ് ബിലോങ്സ് ടു യു ഓഫ് n എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ടീഷൻ കൂടെ വേണ്ടേ? എന്താണ്? GCD ഓഫ് എക്സ്, സോറി ഇവിടെ എക്സ് ആണ്, GCD ഓഫ് എക്സ് n ഈക്വൽ ടു 1 ആയിരിക്കണം. പിന്നെ അത് യു കെ ഓഫ് n-ൽ വരാനുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ. എന്താണ്? എക്സ് മോഡ് കെ ഈക്വൽ ടു 1 ആയിരിക്കണം.
അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ കളക്ഷനാണ് യു കെ ഓഫ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് മോഡ് കെ ഈക്വൽ ടു 1 വരാൻ വെച്ചാൽ എന്താണ്, എക്സ് എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് കെ പ്ലസ് 1 ഈ ഒരു ഫോമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ യൂസ് 7 ഓഫ് 105. 7 ഡിവൈഡ്സ് 105 ആണ്. അപ്പോൾ യൂസ് 7 ഓഫ് 105 എന്ന് പറയുന്നത് 105 എന്ന് പറയുമ്പോൾ എന്താണ്, വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ യു ഓഫ് 105 സച്ച് ദാറ്റ് എക്സ് മോഡ് 7 ഈക്വൽ ടു 1. അതായത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എൻ സച്ച് ദാറ്റ് ഇവിടെ ഒരു കണ്ടീഷൻ കൂടി എഴുതണം, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 105 ആയിരിക്കണം. ജി സി ഡി ഓഫ് എക്സ് 105 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എക്സ് മോഡ് 7 എന്ന് പറയുന്നതും 1 ആയിരിക്കണം. സോ അത് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് നമ്മൾക്ക് ഏതെല്ലാം നമ്പേഴ്സ് വരും, 1, 8, 22, 29, 43, 64, 71, 92. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ 105-നേക്കാളും ലെസ്സർ ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ 7 വരും, 14 വരും, നെക്സ്റ്റ് എന്താണ്, 105 ആണ്, 14 വരും, 21 വരും, എന്താണ് 28 വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും അല്ലേ, എത്രയാണോ അതുവരെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ കുറച്ചെണ്ണത്തിൽ മാത്രം പറയാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. എന്നിട്ട് എന്ത് വേണം, 7 എന്താ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു നമ്പർ എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് കെ ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് ഒന്ന് കൂട്ടുക, 8 വരും, അടുത്തത് എന്താണ് 15 വരും, നെക്സ്റ്റ് എന്താണ് 22 വരും, 29 വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതുക. എന്നിട്ട് ഈ 8ഉം 105ഉം റിലേറ്റീവ്ലി പ്രൈം ആണോ നോക്കുക. ഇവിടെ ഒരാൾ കൂടെ വരുവേ, 1 കൂടെ വരുവേ, 1 വരും. ഓക്കെ, അപ്പോൾ 1 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. സോ 1ഉം 105ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 1 ഈ കളക്ഷനിൽ വരും. ഇനി അടുത്തത് 8 കൺസിഡർ ചെയ്യുക. 8ഉം 105ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 8 വരും. ഇനി അടുത്തത് 15 എടുക്കുക. 15ഉം 105ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, 5 കോമൺ ഡിവൈസറായിട്ട് വരുന്നില്ലേ. സോ 15 നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്തത് 22 എടുക്കുക. 22ഉം 105ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മൊത്തം ലിസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെയാണോ ഉള്ളത് അതങ്ങ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെറ്റ് എഴുതുന്നത്. ഇനി ഈ പറഞ്ഞ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് യു കെ ഓഫ് എൻ, യു ഓഫ് എന്നിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. യു കെ ഓഫ് എൻ എന്തായിരിക്കും, യു ഓഫ് എന്നിൻ്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്കതൊന്ന് ചെക്ക് ചെയ്യണ്ടേ, സബ് ഗ്രൂപ്പ് ആണോ അല്ലയോ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ലെറ്റ് എ ബി ബിലോങ്സ് ടു യു കെ ഓഫ് എൻ. ഇപ്പോൾ എ ബി ബിലോങ്സ് ടു യു കെ ഓഫ് എൻ ആയതുകൊണ്ട് എ മോഡ് കെ ഈക്വൽ ടു 1 ആയിരിക്കും, ബി മോഡ് കെ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, എ മോഡ് കെ ഈക്വൽ ടു 1ഉം ബി മോഡ് കെ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എ ഇൻറ്റു ബി മോഡ് കെയും എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. സോ എ ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും, എ ബി ബിലോങ്സ് ടു യു കെ ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് വി ഹാവ് 1 ഇസ് ഈക്വൽ ടു 1 മോഡ് കെ ആണല്ലോ. അപ്പോൾ 1 എന്തായാലും യു കെ ഓഫ് എന്നിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഇൻവേഴ്സ് എക്സ്. ഐഡൻറ്റിറ്റിയും ഉണ്ട്, ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അസോസിയേറ്റിവിറ്റി പിന്നെ ചെക്ക് ചെയ്യേണ്ട കാരണം സബ്സെറ്റ് ആണല്ലോ. ഇനി എന്താണ്, നമ്മൾക്ക് ഇൻവേഴ്സ് കൂടെ ഉണ്ടോ എന്ന് നോക്കണം. ഫോർ ദാറ്റ് ലെറ്റ് എ ബിലോങ്സ് ടു യു കെ ഓഫ് എൻ. അപ്പോൾ യു കെ ഓഫ് എന്നിലൊരു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, എ മോഡ് കെ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എയുടെ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തറിയാം, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണല്ലോ. ഇപ്പോൾ എ മോഡ് കെ ഈക്വൽ ടു 1. ഞാൻ രണ്ട് സൈഡിൽ എ ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, എ ഇൻവേഴ്സ് മോഡ് കെ ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് വരും അല്ലേ. സോ ഹിയർ so this implies that a inverse എന്താണ് 1. സോ 1 മോഡ് കെ ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി, എ ഇൻവേഴ്സ് മോഡ് കെ ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു വാട്ട്, എ ഇൻവേഴ്സ് ബിലോങ്സ് ടു യു കെ ഓഫ് എൻ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. സോ വി കൻ സേ ദാറ്റ് യു കെ ഓഫ് എൻ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ ഗ്രൂപ്പ്
യു ഓഫ് എൻ എന്ന് കിട്ടി. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? വിച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ ഗ്രൂപ്പാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ റിസൾട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. യു ഓഫ് എൻ എസ് എൻ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, സപ്പോസ് എസ് ആൻഡ് ടി ആർ റിലേറ്റീവ്ലി പ്രൈം. കൺസിഡർ ടു നമ്പേഴ്സ് which are relatively prime. So when we consider these two numbers, okay, then consider u of st. U of st. U of st consists of all numbers x such that 1 less than or equal to x less than st and what? GCD of എക്സ് ആൻഡ് എസ് ടി ഈക്വൽ ടു 1 ആയിരിക്കണം ആണേ. അപ്പോൾ ഈ യു ഓഫ് എസ് ടി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ദ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് യു ഓഫ് എസ് ആൻഡ് യു ഓഫ് ടി ആയിരിക്കുമെന്നാണ് റിസൾട്ട് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എസും ടിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ യു ഓഫ് എസ് ടിയും യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടിയും എന്താണ്? ഐസോമോർഫിക് ആയിരിക്കുമെന്ന്. മോർ ഓവർ യു എസ് of st is isomorphic to u of t and ut of st is isomorphic to u of s. അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഐസോമോർഫിസം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് യു ഓഫ് എസ് ഐസോമോർഫിക് ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ്? 1 1 നോൺ ടു ഹോമോമോർഫിസ് ആണ് വേണ്ടത്. ഫോർ ദാറ്റ് കൺസിഡർ ദ മാപ്പ് ഫൈ ഇസ് ഈക്വൽ ടു യു ഓഫ് എസ് ടി ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി ഡിഫൈൻഡ് ബൈ phi of x is equal to x mod s and x mod t. ഇങ്ങനെ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആക്ച്വലി ദിസ് ഇസ് എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഫ്രം യു ഓഫ് എസ് ടി ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി. നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദിസ് മാപ്പ് ഈസ് എ ഹോമോമോർഫിസം. ഫോർ ദാറ്റ് കൺസിഡർ ടു എലമെൻറ്റ്സ് ഇൻ യു ഓഫ് എസ് ടി ആൻഡ് ദെൻ phi of xy is equal to xy mod s and xy mod t, and xy mod s is equal to x mod s y mod s, xy mod t is equal to x mod t y mod t, and x mod s we can write it as here we can write it as x mod s. കാരണം എന്താണ്? പ്രൊഡക്റ്റ് അല്ലേ? യു ഓഫ് എക്സ് ഡയറക്റ്റ് സം യു ഓഫ് ടി ഇതൊരു ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. സോ നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മോഡ് എസ് എക്സ് മോഡ് ടി ഇൻറ്റു വൈ മോഡ് എസ് വൈ മോഡ് ടി. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എ ബി അല്ലെങ്കിൽ എ സി ബി ഡി ഫോമിലാണുള്ളത്. അപ്പോൾ എ സി ബി ഡി എന്നതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എ ബി സി ഡി എന്ന് എഴുതിക്കൂടെ? എ ബി ഇൻറ്റു സി ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എ സി ബി ഡിക്ക് ഈക്വലാണ്. ഓർഡറുടെ പേര് എ സി ബി ഡിക്ക് ഈക്വലാണ്. സോ അത് പ്രകാരം നമുക്ക് എക്സ് മോഡ് എസ് എക്സ് മോഡ് ടി വൈ മോഡ് എസ് വൈ മോഡ് ടി എന്ന് എഴുതാം. ആൻഡ് ഇതെന്താണ്? ഫൈ ഓഫ് എക്സ് ആണ്. ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ഫൈ ഓഫ് വൈ. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ മാപ്പിംഗ് ഈസ് എൻ ഹോമോമോർഫിസം. ഇപ്പോൾ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്തു. Now we need to prove that this function is 1 1. ഇപ്പോൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് for that let x belong to u of st. ഇപ്പോൾ u of st ൽ നിന്ന് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഒരു യുണീക്ക് എക്സ് മോഡ് എസ് എവിടെ ഉണ്ടായിരിക്കും? യു ഓഫ് എസിലുണ്ടായിരിക്കും. ആൻഡ് എക്സ് മോഡ് ടി എവിടെയും ഉണ്ടായിരിക്കും? യു ഓഫ് ടിയിലും ഉണ്ടായിരിക്കും. കാരണം എക്സ് എന്താണ്? എസ് ടിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അത് എന്തിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും? എസ്സിനോടും ടീനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ യു ഓഫ് എസ് ടിയിൽ നിന്ന് ഏത് എക്സ് എടുത്താലും ആ എക്സിന് കറസ്പോണ്ടിങ് എക്സ് മോഡ് എസ് യുണീക്ക് ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? എക്സിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ യുണീക്ക് അല്ലേ? സോ അത് എവിടെ ഉണ്ടായിരിക്കും? യു ഓഫ് എസിലുണ്ടായിരിക്കും. ഇൻ ദ സെയിം വേ എന്താണ്? എക്സ് മോഡ് ടിയും യുണീക്ക് ആയിരിക്കും. അത് എവിടെ ഉണ്ടായിരിക്കും? യു ഓഫ് ടിയിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഓർഡറുടെ പേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് എസ് എക്സ് മോഡ് ടി ആണ്. ഇപ്പോൾ എക്സ് മോഡ് എസ് യു ഓഫ് എസിലും ഉണ്ട്, എക്സ് മോഡ് ടി യു ഓഫ് ടിയിലും ഉണ്ട്. സോ ഈ ഫംഗ്ഷൻ എന്താണ്? ആൻഡ് ദീസ് ആർ യുണീക്ക് ഓൾസോ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ഈസ് എ 1 1 ഫംഗ്ഷൻ.
അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്താണ്? എ 1 1 ഫംഗ്ഷനാണ്. ഇനി നമ്മൾക്കിത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഓഫ് എസ് ടിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഫൈ ഓഫ് എസ് ടി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? ആൻഡ് യു ഓഫ് എസ്സിൽ എത്ര എലമെൻറ്റ്സ് ആണ്? ഫൈ ഓഫ് എസ്സും യു ഓഫ് ടിയിൽ ഫൈ ഓഫ് ടിയും ആണ്. ഇനി നോക്കുക, നമ്മൾക്കറിയാം എസ്സും ടിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, അതായത് ജി സി ഡി ഓഫ് എസ് ടി ഈക്വൽ ടു 1 ആണെങ്കിൽ ഫൈ ഓഫ് എസ് ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഫൈ ഓഫ്, ആക്ച്വലി ഈ ഫൈ എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ ഫൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എസ് ടി, യൂളർ ഫംഗ്ഷൻ്റെ ആ ഒരു ഫൈ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഫൈ ഓഫ് എസ് ടി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എസ് ഇൻറ്റു ഫൈ ഓഫ് ടിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് കിട്ടി? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഡയറക്റ്റ് സം യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി എന്താണ്? ഫൈ ഓഫ് എസ് ഇൻറ്റു ഫൈ ഓഫ് ടി ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? ഫൈ ഓഫ് എസ് ടി ആണെന്ന് നമ്മൾക്ക് ഇത് പ്രകാരം എഴുതാം. ആൻഡ് ഫൈ ഓഫ് എസ് ടി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യു ഓഫ് എസ് ടി ആണ്, അതായത് ഓർഡർ ഓഫ് യു ഓഫ് എസ് ടി ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഓർഡർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഫൈ എന്ന് പറഞ്ഞ് നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ യു ഓഫ് എസ് ടിയിൽ നിന്ന് യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടിയിലോട്ടുള്ള ഫംഗ്ഷനായിരുന്നു. ആൻഡ് 1 1 ഫംഗ്ഷനും ആണ്. ആൻഡ് ഈ രണ്ട് സെറ്റിനും സെയിം കാർഡിനാലിറ്റിയും ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? എന്തായാലും ഓൺ ടു ആയിരിക്കണം. സോ കോഡൊമൈൻ ആൻഡ് ഡൊമൈൻ ഹാസ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ഹെൻസ് ഫൈ ഇസ് എ എന്താണ്? on to and since phi is a 1-to-1 map, we can say that the map phi is a on to map. So phi 1 1 ആണ്, on to ആണ്, homomorphism ആണ്, and all this implies that phi is an isomorphism. And u of st എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? അതുകൊണ്ട് u of s നോട് ഡയറക്റ്റ് സം u of t നോട് ഐസോമോർഫിക് ആയിരിക്കും. u of s ഡയറക്റ്റ് സം u of t നോട് ഐസോമോർഫിക് ആയിരിക്കും. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണോ അത് അതുപോലെ തന്നെ നമ്മൾക്ക് ഫൈ 1ലും ഫൈ 2ലും പ്രൂവ് ചെയ്യാം. ഫൈ 1 നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് യു ടി ഓഫ് എസ് ടി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു യു ഓഫ് എസ് എന്നും യു എസ് ഓഫ് എസ് ടി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു യു ഓഫ് ടി എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ഐസോമോർഫിസം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഞാൻ മാപ്പ് ഫൈ 1 ഫ്രം യു ടി ഓഫ് എസ് ടി ടു u of s കൺസിഡർ ചെയ്യുന്നു, ആൻഡ് വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ഫൈ 1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് എസ്. ആൻഡ് ഫൈ 2 ഫ്രം യു എസ് ഓഫ് എസ് ടി ടു യു ഓഫ് ടി കൺസിഡർ ചെയ്യുന്നു, ആൻഡ് വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ഫൈ 2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് ടി. അപ്പോൾ ഇത് രണ്ടും ഐസോമോർഫിസം ആണ്, നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. മുകളിൽ നമ്മൾ യൂസ് ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ തന്നെ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് ഐസോമോർഫിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഐസോമോർഫിക് ആയിരിക്കും ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു തിയറത്തിൽ. അപ്പം നോട്ട് ചെയ്യുക എന്താണ്? എസ്സും ടിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ യു ഓഫ് എസ് ടി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് എസ് ഡയറക്റ്റ് സം യു ഓഫ് ടി ആയിരിക്കും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ യു എസ് ഓഫ് എസ് ടി എന്ന് പറയുന്നത് യു ഓഫ് ടീനോട് ഐസോമോർഫിക് ആയിരിക്കും. യു ടി ഓഫ് എസ് ടി എന്ന് പറയുന്നത് യു ഓഫ് എസിനോടും ഐസോമോർഫിക് ആയിരിക്കും. ഇനി നമ്മൾ മുൻപോട്ട് ഇതിൻ്റെ കുറേ എക്സാമ്പിൾസാണ് കാണാൻ പോകുന്നത്. ഈ ഒരു തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ അതിന് മുൻപ് ഒരു കൊറോളറി കൂടെ ഉണ്ട്. നെക്സ്റ്റ് കൊറോളറി, ലെറ്റ് m is equal to the product of n1, n2, etc. nk, where GCD of each of them is equal to 1 for I not equal to j. Then the group of units u of m is isomorphic to u of n direct sum, u of n2 direct sum, etc. direct sum u of nk. അപ്പോൾ നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ കൺസിഡർ 105, n is equal to 105. അപ്പോൾ 105 എന്ന് പറയുന്നത് നമുക്ക് 7 × 15 എന്ന് എഴുതാം. 7ഉം 15ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ റിസൾട്ട് പ്രകാരം വിച്ച് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 7 ഡയറക്റ്റ് സം യു ഓഫ് 15 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ
ഈ 105 തന്നെ നമുക്ക് 21 into 5 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 21 ഡയറക്റ്റ് സം യു ഓഫ് 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മൊത്തത്തിൽ 7 into 3 into 5 എന്ന് എഴുതാൻ പറ്റില്ലേ? സോ ദിസ് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 7 ഡയറക്റ്റ് സം യു ഓഫ് 3 ഡയറക്റ്റ് സം യു ഓഫ് 5 എന്ന് എഴുതാം. മോർ ഓവർ നമുക്ക് യു ഓഫ് 7 ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 15 ഓഫ് 105 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് 1, 16, 31, 46, 61, 76. ഈ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ യു ഓഫ് 15 ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 7 105 എന്ന് എഴുതാം. ആൻഡ് യു ഓഫ് 21 ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 5 105 എന്ന് എഴുതാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി യു ഓഫ് 5 ഇതുപോലെ തന്നെ നമ്മൾക്ക് യു ഓഫ് 5 ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 21 105 എന്നും യു ഓഫ് 3 ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 35 105 എന്നും നമ്മൾക്ക് എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, ഈ റിസൾട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണോ എന്നതിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ യു ഓഫ് 20 കൺസിഡർ ചെയ്യാം. നമുക്കറിയാം യു ഓഫ് 20യുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 5 ഓഫ് 20ക്ക് ഈക്വലാണ്. ആൻഡ് 5 ഓഫ് 20 എന്താണ്? 8 ആണ് അല്ലേ? ഇതുപോലെ തന്നെ യു ഓഫ് 10 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഓർഡർ ഓഫ് യു ഓഫ് 10 എന്താണ്? 5 ഓഫ് 10ന് ഈക്വലാണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 4. ആൻഡ് ഓക്കെ, ഇനി ഓർഡർ ഓഫ് യു ഓഫ് 2 എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 5 ഓഫ് 2 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ഓഫ് 10 ഡയറക്റ്റ് സം യു ഓഫ് 2 കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? 4 into 1 വിച്ച് ഇസ് ഈക്വൽ ടു 4 ആണ്. ആൻഡ് പക്ഷേ നമ്മൾക്ക് എന്താണ്? യു ഓഫ് 20യുടെ ഓർഡർ എന്താണ്? 8 ആണ്. സോ യു ഓഫ് 20 ഇവിടെ 20 ഈസ് ഈക്വൽ ടു 2 into 10 ആണ്. പക്ഷേ നമ്മൾക്ക് യു ഓഫ് 20 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു യു ഓഫ് 10 യു ഓഫ് 2 ഡയറക്റ്റ് സം യു ഓഫ് 10 അല്ലെങ്കിൽ യു ഓഫ് 10 ഡയറക്റ്റ് സം യു ഓഫ് 2 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ ഡിഫറെൻ്റ് ആണ്. സോ ദീസ് ടു ഗ്രൂപ്പ് ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സോ ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഈച്ച് ഓഫ് ദ പെയർ വിൽ ബി റിലേറ്റീവ്ലി പ്രൈം. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഒന്നിങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ യു ഓഫ് എൻസിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇസെഡ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ്. യു ഓഫ് 2 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z0 ആയിരിക്കും. യു ഓഫ് 2 ഈസ് ആക്ച്വലി വാട്ട്? വിച്ച് കൺസിസ്റ്റ് ഓഫ് 1 ഓൺലി അല്ലേ? 2വിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള 2വിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പർ ഏതേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഐസോമോർഫിക് ടു സെറ്റ് 0 എന്ന് പറയാം അല്ലേ? അപ്പോൾ 0 സ്പേസിനോട് 0 ഗ്രൂപ്പിനോട് മാത്രമേ ഇത് ഐസോമോർഫിക് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ യു ഓഫ് 4 കൺസിഡർ ചെയ്യും. യു ഓഫ് 4ൽ എന്തൊക്കെയാണ് ഉള്ളത്? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഉം 3 ഉം വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഐസോമോർഫിക് ടു Z2 എന്ന് പറയും. കാരണം അതെന്താണ്? 2 എലമെൻറ്റ്സാണ് ഉള്ളത്. 2 എലമെൻറ്റ്സ് ഉള്ള സൈക്ലിക് ഗ്രൂപ്പ്സേ ഉള്ളൂ. അപ്പോൾ വിച്ച് ഇസ് ഐസോമോർഫിക് ടു Z2 എന്ന് പറയാം. ഇതുപോലെ ഞാൻ ഒരു 2 പവർ n ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ യു ഓഫ് 2 പവർ n എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z2 ഡയറക്റ്റ് സം Z2 റേസ് ടു n-2 ആയിരിക്കും. നോട്ട് ചെയ്യുക, യു ഓഫ് 2 പവർ n ഈസ് ഐസോമോർഫിക് ടു Z2 ഡയറക്റ്റ് സം Z2 power n-2 for n greater than or equal to 3. For n greater than or equal to 3. Okay, n equal to 2 ആവുന്നവരെ നമ്മൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ യു ഓഫ് p പവർ n ഒരു പ്രൈം പവർ n ആണ് വരുന്നതെങ്കിൽ വിച്ച് ഈസ് ഐസോമോർഫിക് ടു എന്തായിരിക്കും? Zp പവർ n മൈനസ് p പവർ n-1 ആയിരിക്കും. ജസ്റ്റ് എ പ്രൈം അല്ല, ഓഡ് പ്രൈമിന് മാത്രമാണ് ഇത് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡയറക്റ്റ് എക്സാമ്പിൾസ് ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ യു ഓഫ് 105 കൺസിഡർ ചെയ്യും. യു ഓഫ് 105 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 105 3 into 5 into 7 ആണ്. സോ ദിസ് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 3 ഡയറക്റ്റ് സം യു ഓഫ് 5 ഡയറക്റ്റ് സം യു ഓഫ് 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിത് ഈ സെക്കൻഡ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഐസോമോർഫിക് ടു യു ഓഫ് 3 എന്തിനോട് ഐസോമോർഫിക് ആണ്? Z2വിനോട്. യു ഓഫ് 5 Z4നോട്. യു ഓഫ് 7 Z6നോട്. ജസ്റ്റ് p ഈക്വൽ ടു p പവർ n is equal to 3ഉം 5ഉം 7ഉം ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും നമ്മൾക്ക്.
അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് സം മൊത്തത്തിലോട് ഇതിനോട് ഐസോമോർഫിക് ആവും Z2 ഡയറക്റ്റ് സം, Z4 ഡയറക്റ്റ് സം, Z6നോട്. Now consider U of 144. അപ്പോൾ this is isomorphic to actually 144 എന്ന് പറഞ്ഞാൽ 16 into 9 ആണ്. So this is isomorphic to U of 16 direct sum U of 9 and P power n which is equal to എന്താണ് 2 power 4 ആയിട്ടാണ് വരുന്നത് അല്ലേ. ആൻഡ് സെക്കൻഡ് വൺ എന്താണ് which is equal to 3 power 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 power n ആണെങ്കിൽ നമ്മൾക്കറിയാം സെറ്റ് 2 ഡയറക്റ്റ് സം സെറ്റ് 2 power n minus 2 വരണം. n എത്രയാണ് 4, അപ്പോൾ 2 ക്യൂബ് വരും. ഓക്കെ, ആൻഡ് അപ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. 2 ക്യൂബ് അല്ല, 2⁴ minus 2 വരണം. 2n minus 2 അല്ലേ. അപ്പോൾ 2⁴ minus 2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2 power 2 വരും ഡയറക്റ്റ് സം. പിന്നെന്താണ് P power n is equal to 3 square അല്ലേ ഉള്ളത്. അപ്പോൾ ഓടാണെങ്കിൽ പ്രൈം ഓടാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും, Z 3 power 2 minus 3 power 2 minus 1. അതായത് എന്താണ് Z 9 minus 3 വരും. അപ്പോൾ Z6 വരും. അപ്പോൾ ഇൻ ടോട്ടൽ Z2 ഡയറക്റ്റ് സം, Z4 ഡയറക്റ്റ് സം, Z6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് വരും. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൺഫ്യൂഷൻ വേണ്ടാവേ. അപ്പോൾ നമ്മൾക്ക് U of 105ഉം U of 144 ഇങ്ങനെയാണ് ഐസോമോർഫിസം വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, find the number of order 12 in U of 720. 720ൽ U of 720ൽ 12 ഓർഡർ വരുന്ന എലമെൻറ്റ്സ് എത്രയാണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 720 എന്ന് പറയുന്നത് 16 into 9 into 5 ആണ്. So U of 720 is isomorphic to U of 16 direct sum, U of 9 direct sum, U of 5. അപ്പോൾ നമ്മൾക്കിതാ ഇവിടെ തന്നെ ഡയറക്റ്റ് U of 16ഉം U of 9ഉം എന്തിനോട് ഐസോമോർഫിക് ആവുന്നത് നമ്മൾക്കുണ്ട്. അതിൽ നിന്ന് അങ്ങ് എടുത്തെഴുതാം. അപ്പോൾ Z2 ഡയറക്റ്റ് സം, Z4 ഡയറക്റ്റ് സം, Z6. ഇനി U of 5 എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ P⁴n is equal to 5⁴n ആണ് വരുന്നത്. അപ്പോൾ 5⁴1 minus 5⁴1 minus 1 വരും അല്ലേ. അതായത് 5 minus 1 വരും, which is equal to 4. അപ്പോൾ ഇവിടെ Z4ഉം വന്നു. സോ ദിസ് ഡയറക്റ്റ് സം ഈസ് ഐസോമോർഫിക് ടു ദിസ് വൺ. അപ്പോൾ ഈ U of 720 എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ 12 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഗ്രൂപ്പിൽ 12 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് രണ്ടും ഈ രണ്ട് ഗ്രൂപ്പിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക 12 ഓർഡറിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഡയറക്റ്റ് സമ്മിൽ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, ഞാൻ ഈ ഒരു ഡയറക്റ്റ് സമ്മിൽ നിന്നൊരു ABCD എടുത്താൽ ആ ABCD ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് LCM ഓഫ് A, ഓർഡർ ഓഫ് A, ഓർഡർ ഓഫ് B, ഓർഡർ ഓഫ് C, ഓർഡർ ഓഫ് D ആയിരിക്കും അല്ലേ. അപ്പോൾ ABCDയുടെ ഓർഡർ 12 വരണമെങ്കിൽ ഈ ഒരു LCM ഈക്വൽ ടു 12 എന്ന് വരണം. അപ്പോൾ ഈ ഒരു LCM ഈക്വൽ ടു 12 വരാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഓർഡർ ഓഫ് A ഈക്വൽ ടു 1ഉം 2ഉം, ഓർഡർ ഓഫ് B is equal to 1, 2 or 4 വരാം, ഓർഡർ ഓഫ് C is equal to 1, 2, 3, 6 വരാം, ഓർഡർ ഓഫ് D is equal to 1, 2, 4 വരാം അല്ലേ. 12ൻ്റെ ഡിവൈസേഴ്സും എന്നാൽ അത് ഈ ഓരോ ഗ്രൂപ്പിൽ വരുന്ന രീതിയിലും അല്ലേ. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 12ൻ്റെ ഡിവൈസേഴ്സും ആയിരിക്കണം ആൻഡ് അറ്റ് എ ടൈം ഇതിൽ ഓരോന്നിൻ്റെയും ഡിവൈസർ ആയിരിക്കണം. അപ്പോൾ ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് 12ൻ്റെ ഡിവൈസറും ആയിരിക്കണം, എന്താണ് 2ൻ്റെ ഡിവൈസറാണ്. അപ്പോൾ ഓർഡർ ഓഫ് 2 എന്തൊക്കെ പോസിബിലിറ്റികൾ, 1ഉം 2ഉം മാത്രം. ഇതുപോലെ ഓർഡർ ഓഫ് B എന്ന് പറയുന്നത് 4ൻ്റെ ഡിവൈസറും ആവണം, 12ൻ്റെ ഡിവൈസറും ആവണം. സോ 1, 2, 4. ഇനി ഓർഡർ ഓഫ് C എന്ന് പറയുന്നത് 6ൻ്റെ ഡിവൈസറും ആവണം, 12ൻ്റെ ഡിവൈസറും ആവണം. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി, 1, 2, 3, 6. ഇതുപോലെ ഓർഡർ ഓഫ് D നോക്കുമ്പോൾ നമ്മൾക്ക് 1, 2, 4 വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് 1 or 2 ആവാം. ഓക്കെ,
എന്ത് തന്നെ ആയാലും നമ്മൾക്ക് ഈ 12 എന്ന് വരുന്നതിൽ 3 എന്തായാലും ഉണ്ട് മൾട്ടിപ്പിൾസ് എഴുതുമ്പോൾ. 12ൻ്റെ മൾട്ടിപ്പിൾസ് ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് 12 കിട്ടണമെങ്കിൽ എന്തായാലും അതിൽ 3 വരണം അല്ലേ. 3 വരുന്നത് എവിടെയൊക്കെ ഈ ഒരൊറ്റ ഗ്രൂപ്പിൽ 3 വരുന്നുള്ളൂ. ഓർഡർ C = 3 ഓർ 6 ആ കേസിൽ മാത്രമേ 3 വരത്തുള്ളൂ. അപ്പോൾ അത് ഫിക്സ് ചെയ്തു ഞാൻ ഓർഡർ ഓഫ് C എന്ന് പറയുന്നത് 3 ഫിക്സ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഓർഡർ ഓഫ് C = 3 കിട്ടി. ഇനി നമ്മൾക്ക് 12ൽ 3 വന്നു. ഇനി ഒരു 4 കൂടി വന്നാലല്ലേ ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് 12 കിട്ടുക. അപ്പോൾ 4 വരണമെങ്കിൽ എന്തായാലും ഓർഡർ ഓഫ് B അല്ലെങ്കിൽ ഓർഡർ ഓഫ് D എന്ന് പറയുന്നത് 4 നമ്മൾ ഫിക്സ് ചെയ്യണം. എങ്കിലേ നമ്മൾക്ക് LCM എന്ത് കിട്ടത്തുള്ളൂ, 12 കിട്ടത്തുള്ളൂ. വേറെ ഒരു കേസിൽ നമ്മൾക്ക് 12 ഓർഡർ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഈ ഓർഡർ ഓഫ് C എന്ന് പറയുന്നത് 3 ഫിക്സ് ചെയ്തു. ഓർഡർ ഓഫ് D എന്ന് പറയുന്നത് 4 ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് 1 or 2 ഓർഡർ ഓഫ് B എന്ന് പറയുന്നത് 1, 2 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, 1, 2 ഞാൻ ഈ കേസ് ഇപ്പോൾ എടുക്കുന്നില്ല, 4 എന്ന് പറയുന്ന കേസ് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് A = 1 അല്ലെങ്കിൽ 2 വരണമെങ്കിൽ Aക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 1ഉം 2ഉം വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, എവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. Z2-ൽ അപ്പോൾ 1 ഓർഡർ വരുന്ന എത്ര എലമെൻ്റ് ഉണ്ട്, അവിടെ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, ഐഡൻറ്റിറ്റി മാത്രം 0. 2 ഓർഡർ വരുന്ന എത്ര എലമെൻ്റ് ഉണ്ട്, ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, 1 മാത്രം. സോ ഇൻ ടോട്ടൽ 1 or 2 ഓർഡർ വരുന്ന എലമെൻറ്റ്സ് എത്ര ഉണ്ട്, 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ബിയുടെ കേസിൽ നമ്മൾക്ക് നോക്കാം. 1 ഓർഡർ വരുന്ന എത്ര എലമെൻ്റ് ഉണ്ട് Z4-ൽ, ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് ഐഡൻറ്റിറ്റിയാണ്. 2 ഓർഡർ വരുന്ന എത്ര എലമെൻ്റ് ഉണ്ട്, 5 of 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 2 ഓർഡറുള്ള 5 of 2 നമുക്കറിയാം. സൈക്ലിക് ഗ്രൂപ്പിൽ ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസർ D എടുത്താൽ 5 of D നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും വിത്ത് ദ ഓർഡർ D ആ ഗ്രൂപ്പിൽ. ഇപ്പോൾ Z4 സൈക്ലിക് ആയതുകൊണ്ട് 5 of 2 നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും, എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും വിത്ത് ദ ഓർഡർ 2. ആൻഡ് 5 of 2 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ 1 or 2 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് Z4-ലുണ്ട്, 1 + 1 2 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി. ദർ ആർ 2 ചോയ്സസ് ഫോർ A and B. ഇനി ചോയ്സസ് ഫോർ C ആണ് ഇനി നമ്മൾക്ക് അടുത്ത് നോക്കേണ്ടത്. ചോയ്സസ് ഫോർ C എന്ന് പറയുമ്പോൾ ചോയ്സസ് ഇവിടെ ഇതല്ലേ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. Aക്കും Bക്കും 2 ചോയ്സസ് ഉണ്ട്. ഇനി ചോയ്സസ് ഫോർ C നോക്കണം. സിയുടെ ഓർഡർ എന്താണ്, 3 ആണ്. ഇപ്പോൾ 3 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ Z6-ൽ 3 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 5 of 3 കണ്ടുപിടിച്ചാൽ മതി. 5 of 3 എന്താണ്, 2. അപ്പോൾ ഓർഡർ ഓഫ് 3 വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ സിക്ക് എത്ര ചോയ്സസ് ഉണ്ട്, 2 ചോയ്സസ്. ഇനി 4 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് Z4-ലുണ്ടെന്നാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിയുടെ പോസിബിലിറ്റീസാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 5 of 4. 5 of 4 എന്താണ്, 2 ആണ്. സോ ദർ ആർ 2 ചോയ്സസ് ഫോർ ഡി ഓൾസോ. ഇപ്പോൾ എല്ലാത്തിനും 2 ചോയ്സസാണ് വരുന്നത്. സോ ഇൻ ടോട്ടൽ എത്ര പോസിബിൾ ABCDs ഉണ്ടാവും, 2 × 2 × 2 × 2 which is equal to 16 പോസിബിലിറ്റീസ് ഫോർ ABCD. ഈ പറഞ്ഞ രീതിയിൽ ABCD കൺസിഡർ ചെയ്യുമ്പോൾ എത്ര പോസിബിലിറ്റീസ് വരുന്നുണ്ട്, 16 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുന്നു. നെക്സ്റ്റ് കേസിൽ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ഓഫ് C = 3 തന്നെയാണ്. പക്ഷേ എന്ത് ഫിക്സ് ചെയ്യുന്നു, ഞാൻ ഓർഡർ ഓഫ് B = 4 എന്ന് ഫിക്സ് ചെയ്യുന്നു. ഓർഡർ ഓഫ് B = 4 എന്ന് എടുക്കുന്നു. ഓർഡർ ഓഫ് A എന്ന് പറയുന്നത് 1 or 2ഉം ഓർഡർ ഓഫ് D = 1 or 2. സെയിം വേ നമ്മൾക്ക് എന്ത് കിട്ടും, ചോയ്സസ് ഫോർ A എന്ന് പറയുന്നത് 2 കിട്ടും, ചോയ്സസ് ഫോർ B എന്ന് പറയുന്നത് 2 കിട്ടും, ചോയ്സസ് ഫോർ C എന്ന് പറയുന്നത് 2 കിട്ടും, ചോയ്സസ് ഫോർ D എന്ന് പറയുന്നത് 2 കിട്ടും. നേരത്തെ പറഞ്ഞ അതേ കാൽക്കുലേഷൻ. സോ ഇൻ ടോട്ടൽ 16 പോസിബിലിറ്റീസ് ഈ കേസിലും വരുന്നുണ്ട്. ഇനി അടുത്തൊരു കേസ് വരുന്നുണ്ട്. അതെന്താണ്, ഓർഡർ ഓഫ് Bയും 4, ഓർഡർ ഓഫ് Dയും 4. അപ്പോൾ ഈ കേസസിലും നമ്മൾക്ക് ഓരോന്നിനും 2 ചോയ്സസ് വരുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ 16 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കേസും കൂടി കൂട്ടിയിട്ട് എത്രയാണ് പോസിബിലിറ്റീസ് വരുന്നത്, 48
48 വരുന്നുണ്ട് ABCD പോസിബിലിറ്റീസ്. ആൻഡ് ദെൻ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഓർഡർ ഓഫ് സി എസ് ഈക്വൽ ടു 3 മാത്രമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓർഡർ ഓഫ് സി എസ് ഈക്വൽ ടു 6 ആകുമ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഓർഡർ ഓഫ് സി എസ് ഈക്വൽ ടു 6, അതായത് 6 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് 5 ഓഫ് 6 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് 5 ഓഫ് 6 എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഓഫ് 3 ഇൻറ്റു 5 ഓഫ് 2 ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ എന്താണ് 6 ഓർഡർ വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, 2 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ഇതെല്ലാം തന്നെ ഓർഡർ ഓഫ് സി ഇസ് ഈക്വൽ ടു 6 കാൽക്കുലേറ്റ് ചെയ്യണം. ഓർഡർ ഓഫ് സി ആയിരുന്നപ്പോഴും 2 ആയിരുന്നു വന്നത്. ഇപ്പോൾ ഓർഡർ ഓഫ് സി ഇസ് ഈക്വൽ ടു 3 ആയിരുന്നപ്പോഴും നമ്മൾക്ക് എന്താണ് സിയുടെ ചോയ്സസ് എത്രയാണ്, 2 വരുന്നത്. ഇപ്പോൾ ഓർഡർ ഓഫ് സി ഇസ് ഈക്വൽ ടു 6 ആണെങ്കിലും സിയുടെ ചോയ്സസ് എന്ത് വരും, 2 തന്നെ വരും. സോ എന്ത് ചെയ്താൽ മതി, ഈ 48നെ ജസ്റ്റ് ഡബിൾ ചെയ്താൽ മതി, 2 ഇൻറ്റു 48. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 96. സോ ദർ വിൽ ബി 96 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 12. ഓക്കെ, സോ ഈ ഒരു മൊഡ്യൂൾ ഇതോടുകൂടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഡയറക്റ്റ് സം ഓഫ് എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റിലേറ്റഡ് കുറച്ച് റിസൾട്ടുകളും ഐസോമോർഫിസംസും എല്ലാമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.